തീർച്ചയായിട്ടും ഏതൊരു സാധാരണക്കാരനും ഏറ്റെടുത്ത് ഒരു എക്സ്ട്രാ ഇൻകം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിലുപരി നമ്മളെ അത്യാവശ്യങ്ങളൊക്കെ അല്ലെ, ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ലെ എല്ലാം നിറവേറ്റാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് വിജി ഗാർഡ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇന്ന് വന്ന് നാളെ കോടീശ്വരനാകുന്ന വലിയൊരു പ്രോജക്റ്റ് ഒന്നല്ല വിജി ഗാർഡ്. നമുക്ക് ഏത് ജോലിയെ പോലെയും ഈ ബിസിനസ് വളരെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്ന ജോലിയോടൊപ്പം കിട്ടുന്ന ഒരു എക്സ്ട്രാ ഇൻകം, ഇപ്പൊ നമുക്കൊരു 30,000 അല്ലെങ്കിൽ 28,000 അല്ലെങ്കിൽ 16,000 അല്ലെങ്കിൽ 15,000 9,000 ഒക്കെ കിട്ടുന്ന ജോലിയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ജോലിയോടൊപ്പം മിനിമം ഒരു 10,000 രൂപയെങ്കിലും അധിക വരുമാനമായിട്ട് നമുക്ക് കിട്ടാൻ കാരണമാവുന്ന ഒരു പ്രോജക്റ്റ് ആണ് വിജി ഗാർഡ് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് വന്നിട്ട് നാളെ എന്താ പറയാ, ഞാൻ കഴിഞ്ഞൊരു 4 വർഷം കൊണ്ട് ഏകദേശം 3 കോടി രൂപയുടെ അടുത്ത് സമ്പാദിച്ചിട്ടുണ്ട് ഈ പ്രോജക്റ്റിലൂടെ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. എന്റെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ 4 വർഷമായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന വരുമാനമായതുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് പറയാണ്. അത് GSTയും ടാക്സും ഒക്കെ ആയിട്ട് അടയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നതിലുപരി മാത്രം ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലിയോടൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ്. കാരണം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പണം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ആണോ അല്ലേ? പണം നമുക്ക് അത്യാവശ്യം തന്നെയാണ്. പണം മാത്രം അത്യാവശ്യം ഞാൻ ഒരിക്കലും പറയില്ല. പണമാണ് എല്ലാം എന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ പണം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോഴും ബുദ്ധിമുട്ടിയിരിക്കുന്നില്ലേ? ഇന്നത്തെ ദിവസം നമ്മളെ പോലുള്ള ആളുകൾ 1,000 രൂപയ്ക്ക് വേണ്ടി ആരോടൊക്കെയോ ചോദിച്ചിട്ടില്ലേ? ബൈക്കിന്റെ പൈസ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരാളോട് വാങ്ങിയിട്ട് അടയ്ക്കാനുള്ള സാഹചര്യം ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടില്ലേ? കോപ്പറേറ്റീവ് ബാങ്കിന്നോ KDC ബാങ്കിന്നോ മറ്റേതെങ്കിലും ബാങ്കിന്നോ നോട്ടീസ് വന്നിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിലില്ലേ? ഇല്ലേ? ഉണ്ടാവും, ഉറപ്പാണ്. അതില്ലാത്ത ആളുകളുണ്ടാവും. കാരണം നമ്മൾ സാധാരണക്കാരാണ്. സാധാരണക്കാരൻ എന്താ പറയാ, തമാശയായിട്ട് പറയാറുണ്ട്, സ്വർണം വാങ്ങുന്നു, പണയം വെക്കുന്നു, അല്ലെങ്കിൽ വിൽക്കുന്നു, വീണ്ടും അത് എടുക്കുന്നു, പണയം വെക്കുന്നു, കൊടുക്കുന്നു. ഇത് തന്നെയാണ് ഒരു സാധാരണക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങി അവിടെ കൊടുക്കുക, അവിടുന്ന് വാങ്ങി അവിടെ കൊടുക്കുക, മറ്റന്നാൾ തരാന്ന് പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച തരാന്ന് അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊടുക്കുക. കാരണം എനിക്കിത് പറയാൻ പറ്റുന്നത്, ഇപ്പൊ പറയാൻ പറ്റുന്നത്, തമാശ രൂപത്തിലെങ്കിലും പറയാൻ പറ്റുന്നത്, ഞാൻ കഴിഞ്ഞ 4 വർഷം മുമ്പേ ഈ സാഹചര്യങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഇന്ന് മാറ്റിയിട്ടുള്ളത് ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നത്. വിജി ഗാർഡ് ഉള്ളതുകൊണ്ടാണ്, സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്നത് വിജി ഗാർഡ് ഉള്ളതുകൊണ്ടാണ്. കാരണം വിജി ഗാർഡ് എന്താണെന്ന്, വിജി ഗാർഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കേൾക്കുന്ന സമയത്ത് വിജി ഗാർഡ് എന്താണെന്ന് എനിക്കറിയില്ല. സീരിയസ്ലി ഇന്ന് ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വരുമാന മാർഗത്തെ കുറിച്ചും 6 തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഇൻകം നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഏൺ ചെയ്യാന്നുള്ളതൊക്കെ ദിൽഷിത മേഡം ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന സംബന്ധിച്ചിടത്തോളം എനിക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണോ, എന്റെ വിദ്യാഭ്യാസ യോഗ്യത ഇതിന് സമ്മതിക്കുമോ, അല്ലെങ്കിൽ എന്റെ ഒരു സിറ്റുവേഷൻസ് ഇതിന് സമ്മതിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് അറിയുമോ, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്തിട്ടുള്ള പരിചയമില്ലല്ലോ എന്നൊക്കെ സംബന്ധിച്ചു നമ്മളൊക്കെ സംബന്ധിച്ചുള്ള ഒരുപാട് ടെൻഷനും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു, ബിസിനസ്സിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എത്രയോ ആളുകൾ, ഞാൻ പോലും ഈ മേഖലയിൽ ഈ കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞൊരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ജാതിയോ മതമോ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ വയസ്സോ ഒന്നും പ്രശ്നമില്ലാത്ത എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഒരേ കുടക്കയിൽ ഒന്നിക്കാൻ പറ്റുന്ന ഒരേ ഒരു കോൺസെപ്റ്റ് ഈ ഒരു വേൾഡിലുള്ളൂ എനിക്ക് പറയാൻ പറ്റും. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയാൻ പറ്റും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കമ്പനിയുടെ കോഴിക്കോട് ഫിസിക്കൽ BOP പ്രോഗ്രാമിന് പോയി. ഞാനത് പറയുന്നത് ഇതുപോലുള്ള ഫിസിക്കൽ പ്രോഗ്രാം, കോഴിക്കോട് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഞാനാണ് കയറുന്നത്. അവിടെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള മാസ്റ്റർ ഓഫ് സെറിമണി, നേരത്തെ മാഡം ഇൻവൈറ്റ് ചെയ്ത പോലെ ഒരു മാസ്റ്റർ ഓഫ് സെറിമണി ചെയ്യുന്ന ആള് വിജി ഗാർഡ് ബിസിനസ് ചെയ്യുന്നു. പക്ഷെ പുള്ളിയുടെ എന്താ പറയാ, പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത് അധ്യാപക മേഖലയിലാണ്. പുള്ളി ഇപ്പോഴും ചെയ്യുന്നുണ്ട് ബിസിനസ്, എന്താ പറയാ, പാർട്ട് ടൈം ആയിട്ടും ചെയ്യുന്നു. അധ്യാപക മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്. അതിനുശേഷം ഇതിന്റെ പ്രസന്റേഷൻ, ദിൽഷിത മേഡത്തിനെ പോലെ പ്രസന്റേഷൻ എടുക്കാൻ ഒരാൾ വന്നു. ഫസ്മിയ മേഡം ആണെന്ന് തോന്നുന്നു, ഒരു ഹൗസ് വൈഫാണ്. രണ്ടാമത് ആള് വന്ന ഒരു വീട്ടമ്മയാണേ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ആള് വന്നു,
ഒരു ചെറുതായിട്ട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാൾ മേഡ് വന്നു. എനിക്ക് തോന്നുന്നു ബുഷ്ര മേഡം, അവരുടെ ഹസ്ബൻഡ് പ്രവാസിയാണ്. ഒരു പ്രവാസി രംഗത്തുള്ള ഒരാൾ ഈ കമ്പനിയുടെ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഒരാൾ വന്നു. പിന്നീട് ഒരു HR പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സാർ വന്നു. സാറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്താ പറയാ, ഇ കൊമേഴ്സ് മേഖലയിലൊക്കെ വളരെയധികം പ്രാവീണ്യമുള്ള, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന HR പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വലിയൊരു സാർ. അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം എന്താ പറയാ, വേറൊരു അധ്യാപകനായിട്ടുള്ള ഒരാൾ സംസാരിച്ചു. അദ്ദേഹം ഈ കമ്പനിയുടെ ഇന്നത്തെ കമ്പനിയുടെ സെയിൽസ് മാനേജറാണ്. ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോ പിന്നീട് ഞാനാണ് ചെല്ലുന്നത്. എന്റെ ജോലി എന്ന് പറയുന്നത്, ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. 2 അധ്യാപകന്മാരും ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാൾ, ഒരു ജോലി മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്, ചെയ്യുന്ന ഒരാളും, ഒരു പ്രൈവറ്റ് മേഖലയിലെ HR പ്രൊഫഷണൽ ഒരാളും, ഒരു വീട്ടമ്മയായിട്ടുള്ള, സമസ്ത മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ കുടക്കീഴിൽ ഒന്നിക്കാൻ പറ്റുന്ന, വിദ്യാഭ്യാസ യോഗ്യത ഒന്നും നോക്കാതെ ഒരേ കുടക്കീഴിൽ ഒന്നിക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ പറ്റുമോ, കേൾക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ സാധ്യത, ഈ പ്ലാറ്റ്ഫോമിന്റെ സാധ്യത, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യത, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യത, ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ സാധ്യത, വളർന്നു വരുന്ന ബിസിനസിന്റെ സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സാധ്യത മനസ്സിലാക്കിയിട്ടാണ്